എല്ലാവരും ഇപ്പൊ പറയുന്നുണ്ട് ദയവ് ചെയ്ത് പിണറായി വിജയൻ എന്ന് പറയരുത്, സ്വർണം വിജയൻ എന്ന് പറയുന്നത്. കാരണം ആ നാടിനെ നമ്മൾ മാനം കെടുത്തുണ്ടല്ലോ. സ്വർണവും ഇതേ വിജയൻ ചേട്ടനുമായിട്ട്, മുഖ്യമന്ത്രി വിജയനുമായിട്ട് വല്ലാത്ത ബന്ധമുണ്ട്. ഫ്ലാഷ് ബാക്ക്. ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം എന്താണ്? ആ തീരുമാനം മിനിറ്റ്സിൽ എന്താണ് ഉൾപ്പെട്ടത്? ആ മിനിറ്റ്സിൽ ഉൾപ്പെട്ട കാര്യം ഉത്തരവായിട്ട് പുറത്തിറങ്ങുമ്പോൾ വന്ന വ്യത്യാസം, ഈ ചെമ്പുപാളി എന്ന വാക്ക് എങ്ങനെ വന്നു, ഇത് കൊടുത്തുവിടാം എന്ന വാക്ക് എങ്ങനെ വന്നു? ഈ രണ്ട് വാക്കുകളാണല്ലോ ആ ഉത്തരവിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയത്. അപ്പോൾ ഒരു തീരുമാനം മിനിറ്റ്സിൽ നിന്ന് ഉത്തരവാക്കി മാറ്റുന്നത് ആര്? കാരണം ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനമല്ല, ദേവസ്വം ബോർഡ് തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയണം ദേവസ്വം ബോർഡിന്റെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതി ചേർക്കും. പ്രതി ചേർത്ത് കഴിഞ്ഞ ഓരോരുത്തരുടെയും അന്വേഷണത്തിന്റെ എഴുതി ഉണ്ടാക്കുന്നു. അത് വഴിയേ അറിഞ്ഞോളൂ. അങ്ങ് ഈ മിനിറ്റ്സ് കണ്ടതുകൊണ്ടാണല്ലോ അങ്ങ് പറയുന്നത് ഈ തീരുമാനം എടുത്തത് ഇങ്ങനെയായിരുന്നില്ല, ചെയ്യണമെന്നായിരുന്നു തീരുമാനം. ഇതെല്ലാം അങ്ങ് ഇടപെടല്ലേ? അങ്ങയുടെ സീൽഡ് കവറുള്ള സാധനം അങ്ങനെ കണ്ടു. അങ്ങ് ഈ ചർച്ചയിൽ നിന്ന് ആധികാരികമായിട്ട് ഈ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഇന്നതായിരുന്നു എന്ന് പറയുന്നു. സീൽഡ് കവറുള്ള മിനിറ്റ്സ് അങ്ങനെ കണ്ടു. ഒന്ന് പറഞ്ഞേ. അപ്പൊ ആ മിനിറ്റ്സ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പിട്ടുണ്ടാവുമായിരുന്നല്ലോ. നിഷ, എന്താ പ്രശ്നം അറിയോ? ഇന്നത്തെ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഈ മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ പറഞ്ഞപ്പോ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇറക്കിയ ഉത്തരവിന് മിനിറ്റ്സ് ഇല്ല. അദ്ദേഹം സീൽഡ് കവറിൽ കൊടുത്തെന്ന് പറഞ്ഞില്ലേ? ആ സീൽഡ് കവറിൽ കൊടുത്ത സാധനം പരിശോധിച്ചതിന് ശേഷം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഉത്തരവിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട പോറ്റി ആദ്യം കൊടുത്ത അതിന് ശേഷം ബോർഡ് കൂടിയിട്ട് തീരുമാനമെടുത്തതിന്റെ മിനിറ്റ്സ് രേഖകളിലില്ല. അപ്പൊ മനസ്സിലായില്ലേ കള്ളത്തരം എന്താന്ന്? അരുൺകുമാറെ, ഇതിൽ പരം പരസ്യമായിട്ട് ഒരു ചർച്ചയിലിരുന്ന് നിങ്ങൾ കള്ളന്മാരാണെന്ന് അംഗീകരിക്കാൻ പറ്റുമോ? ഇതിൽ പരം പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? സ്വർണവും ഇതേ വിജയൻ ചേട്ടനുമായിട്ട്, മുഖ്യമന്ത്രി വിജയനുമായിട്ട് വല്ലാത്ത ബന്ധമുണ്ട്. മനസ്സിലായി? ഇന്നത്തെ കോടതിയിൽ ഒരു നിരീക്ഷണം കാണണം. അന്താരാഷ്ട്ര കള്ളത്തട്ടിപ്പ് ഏജൻസികൾ അല്ലെങ്കിൽ സുഭാഷ് കപൂറിന്റെ ഉൾപ്പെടെ എടുത്ത് ഈ സ്വർണം അമ്പലങ്ങൾ കൊള്ളയടിക്കുന്നത് അതിനകത്ത് ബന്ധമുണ്ടെന്ന് പറഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്കും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയും. നമ്മൾ സ്വർണ്ണ തട്ടിപ്പ് കേസ് നമ്മൾ ഓർമ്മയുണ്ടല്ലോ, കടത്ത് കേസ്. ആ കടത്ത് കേസ് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പൊ വിജയന്റെ പേര് ഇത് രണ്ടിലും ബന്ധപ്പെടുത്തുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം അവിടെ ഉണ്ടാവും. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോ.